Welcome to Sumaki Food Vlog, where we cook with flair. Delicious recipes made with love and care. സോ ഗായ്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്, നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് ഒരു ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ. അതായത് ടൊമാറ്റോ ദോശ, തക്കാളി ദോശയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കണേ എന്നുള്ളത് നോക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. 2 മതിയാവും, ഓക്കെ. പക്ഷേ ഞാനിവിടെ 3 എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ പച്ചമുളക് 2-3 ചേർക്കാം. അത് എരിവൊക്കെ നിങ്ങളുടെ ഇതനുസരിച്ച്. പിന്നെ വറ്റൽമുളക് ഞാനൊരു 8 എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർക്കുന്നത് കുറച്ച് കായപ്പൊടിയാണ്, അത് ലേശം ചേർക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1/2 കപ്പ് റവയാണ്. അത് വറുത്തതോ വറുക്കാത്തയോ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ വറുത്തതാണ് ചേർത്തത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ 1 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെള്ളം നോക്കിയിട്ട്, ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ദോശമാവിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മളതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിൽ 1-2 ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട്. അതായത് കുറച്ച് കൺസിസ്റ്റൻസി ഇങ്ങനെ ഇതായിരിക്കും എൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. അപ്പോൾ വെള്ളം ചിലപ്പോൾ എനിക്കിവിടെ 1 കപ്പേ വന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/4 കപ്പും കൂടി വേണ്ടി വന്നാൽ ചേർത്ത് കൊടുത്താൽ മതി, ഓക്കെ. ഇനി നമ്മൾ ചേർത്തിരിക്കുന്ന മല്ലിയിലയാണ്. മല്ലിയില ചേർത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്കിതിൽ ഏതെങ്കിലും 1 ചേർത്താലും കുഴപ്പമില്ല. ഒന്നില്ലെങ്കിൽ മല്ലിയില ചേർക്കാം, അതല്ലെങ്കിൽ കറിവേപ്പില ചേർക്കാം. അപ്പോൾ ഞാനിത് രണ്ടും ഇവിടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ വേറെ ഒന്നുമില്ല, നമ്മൾ ദോശ തവ ചൂടാക്കി അതിലേക്ക് മാവ് കോരി ഒഴിച്ച് നമ്മുടെ ദോശ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്, ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു തക്കാളി ദോശയുടെ ഒരു റെസിപ്പി. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്, ഓക്കെ. അപ്പോൾ എന്തായാലും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനോ ഈവനിങ്ങിനോ എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ കുറച്ച് ഉഴുന്നൊക്കെ വേണമെങ്കിൽ അരച്ച് ചേർക്കാം, അങ്ങനെയൊക്കെ ചേർക്കാം. ഇനിയിപ്പോൾ ഈ തക്കാളി ഇങ്ങനെ ഇതുപോലെ അരച്ചെടുത്തിട്ട് നിങ്ങൾക്ക് ദോശ മാവ് ബാക്കിയുണ്ടെങ്കിൽ അത് കൂടി മിക്സ് ചെയ്തിട്ട് തയ്യാറാക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം, ഓക്കെ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ. ഇറ്റ്സ് വെരി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. പെട്ടെന്ന് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശ റെസിപ്പിയാണ് കേട്ടോ ഇത്. നമുക്കിങ്ങനെ കുറച്ച് നേരം വെയിറ്റ്, പിന്നെ ഇതിൽ ബേക്കിംഗ് സോഡ വക കാര്യങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാം, അരച്ച് അപ്പം തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. പിന്നെ നമുക്കിതിൽ വേണമെങ്കിൽ പരിപ്പുണ്ടല്ലോ, പരിപ്പ് അതൊക്കെ വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം, അങ്ങനെയൊക്കെ കുതിർത്ത് അതൊക്കെ ചേർക്കാം. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇറ്റ്സ് വെരി ടേസ്റ്റി. നല്ല ക്രിസ്പി ആയിട്ട് ഒക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനായിട്ടും മറക്കരുത്, ഓക്കെ. അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ. Sumaki Food Vlog, where we cook with flair. Delicious recipes made with love and care.